2021 കോൺഗ്രസും യു ഡി എഫും പാടെ തകർന്നു നിൽക്കുന്ന സമയത്താണ് വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനം AICC ഏൽപ്പിക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ട് അദ്ദേഹം നടത്തിയ ഒരു പോരാട്ടത്തിന്റെ കൂടി പ്രതിഫലനമാണോ ഇപ്പോഴത്തെ ഈ ഒരു റിസൾട്ട്? അദ്ദേഹം അതിന് കൊള്ളാം എന്ന AICCയുടെ നിഗമനം തെറ്റല്ല എന്നാണ് 5 വർഷം കഴിഞ്ഞപ്പോൾ തെളിയിച്ചത്. അതാണല്ലോ അദ്ദേഹത്തെ നിയോഗിച്ച ഉത്തരവാദിത്തം വി ഡി സതീശൻ വളരെ സത്യസന്ധമായും നേരാംവണ്ണവും വിനിയോഗിച്ചു എന്നതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത്. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ കണ്ട് വി ഡി സതീശന് വേണ്ടി വോട്ട് ചെയ്തതാണെന്ന് കരുതുന്നുണ്ടോ ഈ ഒരു റിസൾട്ട് വരുമ്പോൾ? ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിൽ അനാവശ്യമായ ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം എല്ലാവരും ഞങ്ങൾ ലീഗുകാരായാലും കോൺഗ്രസ് ആയാലും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ 50 സീറ്റ് എങ്ങനെ വന്നാലും ഡീലിമിറ്റേഷന് ശേഷം ഇടതുപക്ഷത്തിനാണ് CPM-നാണ് എന്നൊക്കെ പറയുന്ന എല്ലാ രാഷ്ട്രീയ ധാരണകളെയും തകർത്തെറിഞ്ഞിട്ട് 102 സീറ്റ് UDF-ന് നൽകിയിട്ടുള്ള ജനങ്ങളോട് നമ്മൾ കാണിക്കേണ്ട ഒരു പ്രതിബദ്ധതയുടെ വിഷയമുണ്ട്. അത് സത്യത്തിൽ ഈ വിജയത്തിൽ ആഹ്ലാദമല്ല, ഈ വിജയത്തിൽ കടുത്ത ആശങ്കയും അതോടൊപ്പം ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചുള്ള ബോധ്യവും ബേജാറുമാണ്. അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കണം, ഒരുമിച്ച് നിന്ന് ജനങ്ങളുടെ പ്രതീക്ഷയെ പൂർത്തീകരിക്കാൻ നോക്കണം. അത്തരമൊരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ചർച്ചയും വലിയ ഗുണമൊന്നും ചെയ്യില്ല എന്നുള്ള അതാണ് ഞങ്ങൾക്ക് ഒക്കെ ഉള്ളത്.